മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച കൊല്ലം സുധി എന്ന കലാകാരനെ നമ്മളെല്ലാവരും സ്നേഹിച്ചു. ആ ചിരി മാഞ്ഞുപോയപ്പോൾ കേരളം ഒന്നടങ്കം വിതുമ്പി. എന്നാൽ ആ ചിരിക്കു പിന്നിൽ വലിയൊരു കണ്ണീർക്കഥയുണ്ടായിരുന്നു. സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽ സുധി അനുഭവിച്ച ട്രോമകളുടെയും ഒറ്റപ്പെടലിന്റെയും കഥ. സ്വന്തം അമ്മയുടെ വേർപിരിയൽ മുതൽ അച്ഛന്റെ മരണം വരെ, രേണു സുധിയുടെ വരവ് മുതൽ ലഹരിയുടെ പടുകുഴിയിലേക്ക് വീണതുവരെ, കിച്ചു തന്റെ ജീവിതത്തെക്കുറിച്ച് നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷേ നമ്മളെല്ലാവരെയും ഇരുത്തിച്ചിന്തിപ്പിക്കും. ഇത് കിച്ചുവിന്റെ കഥയാണ്. ചിരിയുടെ തണലിൽ എരിഞ്ഞുതീർന്ന ഒരു കൗമാരത്തിന്റെ കഥ. 2004-ലാണ് കിച്ചു ജനിക്കുന്നത്. തൃശൂരിലായിരുന്നു അവന്റെ ബാല്യകാല ഓർമ്മകൾ തുടങ്ങുന്നത്. എന്നാൽ മിക്ക കുട്ടികളെയും പോലെ മിഠായിയുടെയോ കളിക്കോപ്പുകളുടെയോ ഓർമ്മയല്ല കിച്ചുവിനുള്ളത്. അച്ഛനും അമ്മ ശാലിനിയും തമ്മിലുള്ള ഭീകരമായ വഴക്കുകളും അടിയുമാണ് അവന്റെ ആദ്യകാല സ്മരണകൾ. കിച്ചുവിന് 1.5 വയസ്സുള്ളപ്പോൾ സ്വന്തം അമ്മ മറ്റൊരാൾക്കൊപ്പം പോകുന്നു. അമ്മയുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടേണ്ട പ്രായത്തിൽ അവൻ ഒറ്റയ്ക്കായി. അമ്മ പോയതിനു പിന്നാലെ അച്ഛൻ സുധി മാനസികമായി തകർന്നു. കിച്ചുവിനെയും കൊണ്ട് സ്കൂട്ടറിൽ ലോറിക്കു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോലും അച്ഛൻ അന്ന് ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അച്ഛന്റെ മുട്ട് മാത്രം മുറിഞ്ഞു. പിന്നീട് കൊല്ലത്തെ അച്ചമ്മയുടെയും വലിയമ്മയുടെയും സംരക്ഷണത്തിലാണ് അവൻ വളർന്നത്. 5ാം ക്ലാസ് വരെ കൊല്ലത്തായിരുന്നു കിച്ചുവിന്റെ ജീവിതം. ഇതിനിടയിൽ സുധി വീണ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ കിച്ചുവിന് അവിടെയും ലഭിച്ചത് അവഗണന മാത്രമായിരുന്നു. അച്ഛനെ സുധിക്കുട്ട എന്ന് വിളിക്കുന്നതുപോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് കിച്ചുവേദനയോടെ പറയുന്നു. അച്ഛനെപ്പോഴും അവരുടെ കൂടെയായിരുന്നു. കിച്ചുവിനെ കാണാൻ പോലും അവർ സമ്മതിച്ചിരുന്നില്ല. സുധിയുടെ ജീവിതം മദ്യവും കടവും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു അത്. പിന്നീടാണ് രേണു സുധി ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു വീഡിയോ കോളിലൂടെയാണ് കിച്ചു ആദ്യമായി രേണുവിനെ കാണുന്നത്. തുടക്കത്തിൽ രേണുവുമായി കിച്ചു നല്ല കൂട്ടായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് അവർ കോട്ടയത്തേക്ക് മാറിയതോടെ എല്ലാം മാറിമറിഞ്ഞു. കോട്ടയത്തെ വീട്ടിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടുവെന്ന് കിച്ചു പറയുന്നു. ഒരു കമ്പ്യൂട്ടറിനു മുന്നിൽ ഒരു മുറിക്കുള്ളിൽ 3 വർഷത്തോളമാണ് അവൻ ചിലവഴിച്ചത്. അച്ഛൻ ഇടയ്ക്ക് വന്ന് ഭക്ഷണം നൽകുമെന്നല്ലാതെ മറ്റാരും അവനോട് സംസാരിക്കാൻ പോലുമുണ്ടായിരുന്നില്ല. രേണുവിന്റെ മകൻ ഋതപ്പൻ ജനിച്ചതോടെ കിച്ചുവിനോടുള്ള മനോഭാവം മാറിയോ എന്ന് പലരും സംശയിക്കുന്നു. ഈ കടുത്ത ഒറ്റപ്പെടലിൽ നിന്നാണ് കിച്ചു ലഹരിയുടെ വഴിയിലേക്ക് എത്തിപ്പെടുന്നത്. സങ്കടം വരുമ്പോൾ വിളിക്കാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അച്ഛൻ രേണുവിന്റെയും വീട്ടുകാരുടെയും ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടുകയായിരുന്നു. സുധി മരിച്ച ദിവസം സാധാരണ ഷൂട്ടിങ്ങിന് കിച്ചുവിനെയും കൂടെ കൊണ്ടുപോകാറുള്ള സുധി അന്ന് രേണുവുമായുള്ള വഴക്കിനെ തുടർന്ന് കിച്ചുവിനെ കൂടെ കൂട്ടിയില്ല. പിറ്റേന്ന് രാവിലെ രേണുവാണ് സുധിക്ക് അപകടം പറ്റിയ വിവരം കിച്ചുവിനോട് പറയുന്നത്. തന്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ നഷ്ടപ്പെട്ടത് അറിഞ്ഞപ്പോൾ ആ പയ്യൻ മരവിച്ചുപോയി. എന്നാൽ അതിലും ക്രൂരമായ അനുഭവങ്ങളാണ് കിച്ചുവിനെ കാത്തിരുന്നത്. അച്ഛന്റെ ബോഡി കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ കൂടെയുള്ളവർ, അതായത് രേണുവിന്റെ വീട്ടുകാർ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. ആ ഷോക്കിനിടയിൽ ടിവിയിൽ അച്ഛന്റെ മരണവാർത്ത കണ്ടാണ് കിച്ചു ആ സത്യം ഉൾക്കൊള്ളുന്നത്. അച്ഛൻ മരിച്ചതിന് പിന്നാലെ രേണുവിന്റെ പിതാവ് 1,80,000 രൂപയുടെ ഒരു ബില്ല് കിച്ചുവിനെ ഏൽപ്പിച്ചു. അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളുടെ പണം പോലും ആ പയ്യനിൽ നിന്ന് ഈടാക്കാൻ അവർ ശ്രമിച്ചു എന്നത് ഏവരെയും ഞെട്ടിച്ചു. പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലെ അനൂപേട്ടന്റെ സഹായത്തോടെയാണ് ആ പ്രശ്നം പരിഹരിച്ചത്. രേണു സുധി സോഷ്യൽ മീഡിയയിൽ തന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു അയൺ ലേഡി ഇമേജ് ഉണ്ടാക്കിയെടുത്തെങ്കിലും കിച്ചുവിന്റെ വാക്കുകൾ മറ്റൊരു സത്യമാണ് പുറത്തുകൊണ്ടുവരുന്നത്. ഇന്ന് കിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ്. കൊല്ലത്തെ തന്റെ പഴയ സുഹൃത്തുക്കളായ ഹാഫിസ് സൈദലി, ആഷിഖ് എന്നിവർ അവനെ കൈപിടിച്ചുയർത്തി ലഹരിയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ അവൻ ശ്രമിക്കുന്നു. രേണു സുധിക്ക് ഇപ്പോഴും അവനോട് ഒരു പണമിടപാട് ബന്ധം മാത്രമാണുള്ളതെന്ന് കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കിച്ചുവിനെ നമുക്ക് ചേർത്തുപിടിക്കാം. അവൻ അനുഭവിച്ച ട്രോമകളിൽ നിന്ന് അവൻ കരകയറട്ടെ. അവന്റെ ജീവിതത്തിലെ ഈ തുറന്നുപറച്ചിലുകൾ പല മുഖംമൂടികളും അഴിച്ചുമാറ്റുന്നു. നിങ്ങൾക്കും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യാം. അവന്റെ വീഡിയോകൾ ഷെയർ ചെയ്യാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.